ഹലോ നമസ്കാരം PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 16/5/2024 നടന്ന അസിസ്റ്റൻറ്റ് കമ്പൈലർ ഇൻ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡിലെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ഈ കാലഗണന ക്വസ്റ്റ്യൻസ് കുറേ ആയി ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും വർഷങ്ങളൊക്കെ നന്നായി പഠിച്ചിരിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? കുളച്ചൽ യുദ്ധം 1741 ജൂലൈ 31 കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധം നടന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തോടെ ഡച്ചുകാർക്ക് കേരളത്തിലുള്ള സ്വാധീനം നഷ്ടമായി. അടുത്തത് കുണ്ടറ വിളംബരം 1809 ജനുവരി 16 കുണ്ടറ വിളംബരം നടത്തിയത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്നത് 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം ഉടമ്പടി. വർഷങ്ങൾ ശ്രീരംഗപട്ടണ ഉടമ്പടിയുടെ വർഷം 1792 മാർച്ച് 18. അപ്പോൾ ഫസ്റ്റ് നടന്നത് ആറ്റിങ്ങൽ കലാപം 1721, സെക്കൻഡ് കുളച്ചൽ യുദ്ധം 1741, തേർഡ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792, പിന്നെ കുണ്ടറ വിളംബരം 1809. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി യോജിച്ച ആളാണ് തോമസ് പെയിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച കോമൺ സെൻസ്, ദി അമേരിക്കൻ ക്രൈസിസ് എന്നീ പുസ്തകങ്ങൾ എഴുതിയത് തോമസ് പെയിൻ ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ് വോൾട്ടയർ ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് സൈമൺ ബൊളീവർ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കയുടെ വിമോചന നായകൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് സൈമൺ ബൊളീവർ. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ട്രോട്സ്കി ഒരു റഷ്യൻ കമ്മ്യൂണിസ്റ്റും വിപ്ലവകാരിയുമായിരുന്നു. പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകനിൽ ഒരാളാണ് ട്രോട്സ്കി. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 1857 കലാപം ആരംഭിച്ചത് ആവതിലാണ്. 1857 കലാപം അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നായിരുന്നു? മീററ്റിൽ നിന്നാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഫൈസാബാദിൽ ശരിക്കും കലാപം നയിച്ചത് ആരാണ്? മൗലവി അഹമ്മദുള്ള ഷാ. ഫൈസാബാദിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് മൗലവി അഹമ്മദുള്ള ഷാ. അടുത്ത പ്രസ്താവന, 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതായത് ആക്ട് ഫോർ ബെറ്റർ ഗവൺമെൻറ് പ്രകാരം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നഷ്ടമായി. അതിനുശേഷം ഭരണം കൈയാളിയത് വിക്ടോറിയ രാജ്ഞിയായിരുന്നു. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തു. അപ്പോൾ ഇതിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. നാലാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകൾ ആണ് ശരിയല്ലാത്തത്? ഒന്നാമത്തെ പ്രസ്താവന, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തെറ്റാണ്. അന്റോണിയോ ഗുട്ടറസ് 2017 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയറ്റ്നയിലാണ്. വിയറ്റ്നയിൽ തന്നെയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്.
ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ 15 അംഗങ്ങൾ തന്നെയാണ് ഉള്ളത്. ശരിയായ പ്രസ്താവനയാണ്. ഇതിലപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന 2 മാത്രമാണ്. അന്റോണിയോ ഗുട്ടറസ് 2020 2017 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പ്. സ്റ്റീരിയോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഓവർലാപ്പോട് കൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ താപീയ മധ്യരേഖ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിബു ലേക്ക്. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിബു ലേക്ക്. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏതു ദേശീയ ജലപാതയിലാണ്? ഈ നാഷണൽ വാട്ടർവേ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിലായി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഇത് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയിലുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 5. ദേശീയ ജലപാത 5. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് താൽച്ചറും ദമ്രയും. താൽച്ചറും ദമ്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ 5. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൻ. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നബാർഡുമായ പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇത് സ്ഥാപിച്ചത് 1982 ജൂലൈ 12 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. മുംബൈയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കാർഷിക മേഖലയിലുള്ള വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, ഗ്രാമപ്രദേശങ്ങളിലെ സമഗ്ര വികസന പദ്ധതികൾ നടപ്പിലാക്കൽ, കൈത്തൊഴിൽ വികസനം എന്നിവയൊക്കെയാണ് നബാർഡിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാനം മുംബൈ, ശിവരാമൻ കമ്മിറ്റി 1982 സ്ഥാപിച്ചു. നബാർഡുമായി ബന്ധിച്ച് ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966 മുതൽ 69 വരെയായിരുന്നു പ്ലാൻ ഹോളിഡേ. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് നരസിംഹറാവു ആണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വികസന ശ്രേണി. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, രാഷ്ട്രീയപരമായ വിധേയത്വം, തൊഴിൽ വൈവിധ്യം. ഇതിൽ താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണിയും രാഷ്ട്രീയപരമായ വിധേയത്വമാണ് ഇന്ത്യയിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ അല്ലാത്തത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ IAS. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വി ഹരിനായർ IAS. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഒരു ബില്ല് നിയമമായി മാറുന്നത് 5 ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടാണ്. അതായത് 1-ാം വായന, 2-ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ട് ഘട്ടം, 3-ാം വായന എന്നീ 5 ഘട്ടങ്ങളിലൂടെ ഒരു ബില്ല് കടന്നുപോയതിന് ശേഷമാണ് അത് നിയമമായി മാറുന്നത്. ഇതിൽ 2-ാം വായനയിലാണ് തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ കൂടുതലായി നടക്കുന്ന ഘട്ടം.
ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? ഫസ്റ്റ് പ്രസ്താവന, യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരം ഉള്ളൂ. രണ്ടാമത്തെ പ്രസ്താവന, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക. മൂന്നാമത്തത്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരമുണ്ടാകും. ഈ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നവരാണ്. അതായത് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിലൊന്നും പെടാത്ത വിഷയങ്ങൾ, അതായത് അവശിഷ്ട വിഷയങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ 1ഉം 2ഉമാണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തെ സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക. ഈ 2 പ്രസ്താവനകളാണ് കറക്റ്റായിട്ടുള്ളത്. പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നു. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? രംഗശ്രീ. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ആണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? അനുച്ഛേദം 14, നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്കു വേണ്ടി. അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരത്തെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരത്തെ വെങ്ങാനൂർ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? പി.ടി. ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത പി.ടി. ഉഷ. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? സുഹറ. എൻ്റെ ഉപ്പാപ്പക്കൊരാനുണ്ടായിരുന്നു. സുഹറ ബാല്യകാല സഖിയിലെ കഥാപാത്രമാണ്. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? മൈക്കലാഞ്ചലോ. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? മൈക്കലാഞ്ചലോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? അഖിൽ പി ധർമ്മജൻ. റാം കെയർ ഓഫ് ആനന്ദി എഴുതിയത് അഖിൽ പി ധർമ്മജൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? വിൻഡോസ്. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇതിൽ ശരിയായ പ്രസ്താവനകൾ: ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ ഗവേണൻസിനെ പറ്റി ശരിയായ പ്രസ്താവനകൾ: ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം. ഗേറ്റ്വേ. 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഗേറ്റ്വേ. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? അന്വേഷണ പ്രക്രിയയെ
തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.